ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ ഇൻകം ടാക്സിനകത്തുള്ള അസസ്മെൻറ്റ് ഓഫ് വേരിയസ് എൻറ്റിറ്റി എന്ന് പറയുന്ന പോർഷൻസിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടും സെപ്പറേറ്റ് ആയിട്ടും എപ്പോഴും പ്രോബ്ലം ചോദിക്കാറുള്ള ഒരു ഏരിയ ആണ്. പക്ഷെ വളരെ എളുപ്പമാണ്, വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് അതിനകത്തുനിന്ന് മനസ്സിലാക്കാനുള്ളൂ, വളരെ കുറച്ച് കാര്യങ്ങൾ അതിനകത്ത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു കോർപ്പറേറ്റീവ് സൊസൈറ്റിയാണ്, അല്ലെങ്കിൽ നമ്മുടെ അസസി എന്ന് പറയുന്ന ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെന്ന് വിചാരിക്കുക. ആ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് എങ്ങനെയാണ് നമ്മൾ ഇൻകം കമ്പ്യൂട്ട് ചെയ്യണേ, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ടാക്സ് റേറ്റ് ഫിക്സ് ചെയ്യണേ, എങ്ങനെയാണ് അതിൻ്റെ ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കണേ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം, ഓരോന്നോരോന്നായിട്ട് നോക്കാം. The gross total income of a cooperative society is computed under different head as per the various provision of the act. അതായത് നമ്മൾ ഈ പറഞ്ഞ പല ആക്റ്റും ഏത് വരില്ല, നമ്മുടെ സാലറി എന്ന് പറയുന്ന സാധനം വരില്ല, അതല്ലാതെ ബാക്കിയുള്ള 4 ഹെഡും വരാനുള്ള സാധ്യതയുണ്ട് അല്ലേ. ആ 4 ഹെഡ് പ്രകാരമുള്ളതും പോലെ തന്നെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80G and 80P etc. are available to the cooperative society. സോ കോപ്പറേറ്റീവ് സൊസൈറ്റി പഠിക്കുന്ന നേരത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഡിഡക്ഷൻ ആണ് അണ്ടർ സെക്ഷൻ 80P. കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് മാത്രം അവൈലബിൾ ആയിട്ടുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ 80P എന്ന് പറയുന്ന ഡിഡക്ഷൻ എന്താണ് എന്ന് മനസ്സിലാക്കിയാൽ തന്നെ അസസ്മെന്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്ന സാധനം അങ്ങ് തീരും. മനസ്സിലായി? സോ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതും ഏതിനെ കുറിച്ചാണ്? ഈ പറയുന്ന 80P-നെ കുറിച്ചാണ്. സോ നോക്കി, ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80P ഇൻ റെസ്പെക്ട് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അപ്ലിക്കബിൾ ടു എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഡിഡക്ഷൻ ശ്രദ്ധിക്കണേ. നോക്കി, ഇൻകം ഡിറൈവ്ഡ് ഫ്രം എ സ്പെസിഫൈഡ് ആക്ടിവിറ്റീസ്. അതായത് നമുക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഇൻകം ഉണ്ടാവുന്നത് സ്പെസിഫൈഡ് ആക്ടിവിറ്റീസ് മുഖേനയാണെങ്കിൽ 100% ഓഫ് ഇൻകം ഓഫ് സച്ച് ആക്ടിവിറ്റി. ദാറ്റ് മീൻസ് സ്പെസിഫൈഡ് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക. ആ സ്പെസിഫൈഡ് ആക്ടിവിറ്റി പ്രകാരമുള്ള, അല്ലെങ്കിൽ ആ ആക്ടിവിറ്റി പ്രകാരം കിട്ടുന്ന എല്ലാ ഇൻകവും എക്സെപ്റ്റഡ് ആണ് 100%. 1 രൂപ പോലും ടാക്സ് കൊടുക്കണ്ട. മനസ്സിലായി? പക്ഷേ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് കാണണം കേട്ടോ. ഇപ്പോൾ സ്പെസിഫൈഡ് ആക്ടിവിറ്റിയിൽ നിന്ന് ഒരു 20,000 രൂപ ഇൻകം കിട്ടിയെന്ന് വിചാരിക്കുക. ടോട്ടൽ ഇൻകം കാണുമ്പോൾ ആ 20,000 രൂപ ആഡ് ചെയ്തിട്ട് വേണം ടോട്ടൽ ഇൻകം കാണാൻ. എന്നിട്ട് താഴെ ലെസ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80P എന്ന് പറഞ്ഞിട്ട് ആ ഫുൾ എമൗണ്ട് നമുക്ക് മൈനസ് ചെയ്യാം. സോ ഒരു കോർപ്പറേറ്റീവ് സൊസൈറ്റി അവർ ഇൻകം ഏൺ ചെയ്യുന്നത് ഈ പറയുന്ന സ്പെസിഫൈഡ് ആക്ടിവിറ്റീസ് മുഖേനയാണെങ്കിൽ നോക്കി, 100% ഓഫ് ഇൻകം ഫ്രം സച്ച് ആക്ടിവിറ്റി മൈനസ് ചെയ്യണം. ദാറ്റ് മീൻസ് ഫുൾ എമൗണ്ടും 80P പ്രകാരം നമുക്ക് എന്തായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും? ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. ഇനി ആക്ടിവിറ്റി അതർ ദാൻ സ്പെസിഫൈഡ് ആക്ടിവിറ്റീസ്, അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾ നമ്മുടെ ക്വസ്റ്റിന്റെ ഹെഡിങ് ഒന്ന് നോക്കണം. ദാറ്റ് മീൻസ് അസസി ഈസ് എ കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി ആണോ നോക്കണം. കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിൽ നമുക്ക് 1,00,000 രൂപ ക്ലെയിം ചെയ്യാൻ പറ്റും. മനസ്സിലായി? ആൻഡ് എനി അതർ കേസ് നമുക്ക് 50,000 റുപ്പീസ് ക്ലെയിം ചെയ്യാൻ പറ്റും. സോ നമുക്ക് തന്നിരിക്കുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രോബ്ലത്തിനകത്ത് നമുക്ക് തന്നിരിക്കുന്ന ഇൻകങ്ങളിൽ ഏതൊക്കെയാണ് ഈ പറയുന്ന സ്പെസിഫൈഡ് ഇൻകംസ് എന്ന് നോക്കണം. ആ സ്പെസിഫൈഡ് ഇൻകം എല്ലാം നമുക്ക് 80P പ്രകാരം ഡിഡക്ട് ചെയ്യാം. ഇനി അതർ ദാൻ സ്പെസിഫൈഡ് ഇൻകംസ് ആണെങ്കിൽ, അല്ലെങ്കിൽ ആ സ്പെസിഫൈഡ് ഇൻകം മൈനസ് ചെയ്തിട്ടും നമുക്ക് വീണ്ടും ഇൻകം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ചെക്ക് ചെയ്യേണ്ടത് നമ്മൾ കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി ആണോ എന്ന് നോക്കണം. കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി ആണോ നോക്കണം. കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിൽ 1,00,000 രൂപ മൈനസ് ചെയ്യാം. ഇനി അതല്ലാത്ത കേസുകളിൽ നമുക്ക് എത്ര രൂപ വെച്ച് മൈനസ് ചെയ്യാം? 50,000 രൂപ വെച്ച് മൈനസ് ചെയ്യാം. ഇത് മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, ഒരു 3 ടൈപ്പ് ഓഫ് ഇൻകങ്ങളെ കുറിച്ചും കൂടെ പറയുന്നുണ്ട്. അതും കൂടെ നമുക്ക് എക്സെപ്റ്റ് ചെയ്യാം, കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് എക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ടാക്സബിൾ ഇൻകത്തിൽ നിന്ന് എക്സെപ്റ്റ് ചെയ്യാം. ഏതൊക്കെയാണ്? ഇൻട്രസ്റ്റ് ഓർ ഡിവിഡൻഡ് ഫ്രം ഇറ്റ്സ് ഇൻവെസ്റ്റ്മെന്റ് വിത്ത് എനി അതർ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി വേറൊരു കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള റിട്ടേൺ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതങ്ങ് മൈനസ് ചെയ്യും. മനസ്സിലായി? And the second one, letting of godown or warehouse for storage, processing or facilitating the marketing of commodities. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഒരു ഗോഡൗൺ ഉണ്ട്. ആ ഗോഡൗൺ ഏതിന്റെ പർപ്പസിന് വേണ്ടിയിട്ടാണ്? സ്റ്റോറേജിനോ, പ്രോസസ്സിനോ, മാർക്കറ്റിങ്ങിനോ, അല്ലെങ്കിൽ അതിന്റെ ഫെസിലിറ്റേറ്റിങ്ങിന് വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന റെന്റും നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ എക്സംഷൻ ആയിട്ട് നമുക്ക് ക്ലെയിം ചെയ്യാം. ദാറ്റ് മീൻസ് നമുക്ക് എക്സംപ്റ്റ് ചെയ്യാം. ആൻഡ് ദ തേർഡ് വൺ, ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് ഓർ എനി ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി പ്രൊവൈഡഡ് സർട്ടൻ കണ്ടീഷൻസ് ആർ സ്പെസിഫൈഡ്. ആ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് മെൻഷൻ ചെയ്യാം, താഴെ പറയാം. ഓക്കെ, സോ ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് ഓർ എനി ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. മനസ്സിലായി? സെക്യൂരിറ്റീസിൽ നിന്ന് കിട്ടുന്ന ഇൻകം ആണെങ്കിലും ശരി, അല്ലെങ്കിൽ ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടുന്ന റെന്റ് ആണെങ്കിലും ശരി, നമുക്ക് വേണ്ടാന്ന് വെക്കാം. പ്രൊവൈഡഡ് സർട്ടൻ കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ്. സോ ഭാവിയിൽ അല്ലെങ്കിൽ വഴിയെ നമുക്ക് ആ കണ്ടീഷൻസ് ഏതൊക്കെയാണെന്ന് കൂടെ നോക്കാം. മനസ്സിലായി? ഓക്കെ, നോക്കി, ദ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80P ഷാൾ ബി അലൗഡ് ഓൺലി ഇഫ് സച്ച് ഡിഡക്ഷൻ ഈസ് ക്ലെയിംഡ് ഇൻ ദ റിട്ടേൺ ഓഫ് ഇൻകം. നമ്മൾ ക്ലെയിം ചെയ്യണം.
നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്ന നേരത്തെ നമ്മൾ ക്ലെയിം ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്കത് കിട്ടുള്ളൂ. ഫർദർ ദ റിട്ടേൺ ഓഫ് ഇൻകം ഷുഡ് ബി സബ്മിറ്റഡ് വിത്തിൻ ദ ഡ്യൂ ഡേറ്റ്. ആ റിട്ടേൺ എപ്പോൾ സബ്മിറ്റ് ചെയ്യും വേണം, ആ ഡ്യൂ ഡേറ്റിന് മുമ്പായിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യും വേണം. അതൊക്കെ നമുക്ക് അടുത്ത ചാപ്റ്ററിനകത്ത് പഠിക്കാനുണ്ട്, എപ്പോഴാണ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്, എപ്പോഴാണ് ഡ്യൂ ഡേറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ. സോ 80P പ്രകാരം നിങ്ങൾക്ക് ഡിഡക്ഷൻ കിട്ടും. എങ്ങനെയൊക്കെയാണ് പറഞ്ഞത്? സ്പെസിഫൈഡ് ആക്ടിവിറ്റീസ് ആണെങ്കിൽ 100% കിട്ടും. നോൺ സ്പെസിഫൈഡ് ആക്ടിവിറ്റീസ് ആണെങ്കിൽ കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിൽ 1 ലക്ഷം രൂപയും അതല്ലാത്തതാണെങ്കിൽ 50,000 രൂപയും കിട്ടും. അത് കൂടാതെ നമ്മൾ എല്ലാത്തിൽ നിന്നും മൈനസ് ചെയ്യാൻ പറ്റുന്ന ഒരു 3 എണ്ണത്തിനെ കുറിച്ച് പറഞ്ഞു. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി വേറൊരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിന്റെ റിട്ടേൺ കിട്ടിയാൽ ടാക്സ് കൊടുക്കേണ്ട. കൂടാതെ ഈ പറയുന്ന ഗോഡൌണിന്റെ റെന്റ് ഏതിന് വേണ്ടിയിട്ട്, ഈ പറയുന്ന കമ്മോഡിറ്റീസ് എടുത്തു വെക്കാനോ പ്രോസസിങ്ങിനോ സ്റ്റോറേജിനോ വേണ്ടിയിട്ടാണെങ്കിൽ അതിന്റെ റെന്റിന് ടാക്സ് കൊടുക്കേണ്ട. കൂടാതെ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ്, അവിടെ സ്പെസിഫൈഡ് കണ്ടീഷൻസ് പറയുന്നുണ്ട്, അത് നമുക്ക് നോക്കാം. സോ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, എന്തൊക്കെയാണ് നമ്മുടെ സ്പെസിഫൈഡ് ആക്ടിവിറ്റീസ് എന്ന് പഠിക്കുന്നത് അല്ലേ? കാരണം പ്രോബ്ലത്തിനകത്ത് ഇതാണ് സ്പെസിഫൈഡ് ആക്ടിവിറ്റീസ് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ അത് വരുമ്പോൾ നമുക്ക് 100% ഡിഡക്ഷൻ ആണെന്ന് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ഇപ്പോഴും പറയുന്നു, ആ ഇൻകം എടുക്കണ്ട എന്നല്ല, ടോട്ടൽ ഇൻകം കാണുന്ന നേരത്തെ ആ ഇൻകം എടുക്കണം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിഡക്ഷൻ ചെയ്യുന്ന നേരത്ത് 80P പ്രകാരം അതിന്റെ ഫുൾ എമൗണ്ട് നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. നമുക്കൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. ബിഫോർ ദാറ്റ് നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ സ്പെസിഫൈഡ് ആക്ടിവിറ്റീസ് എന്ന് നോക്കാം. നോക്കേ, ദ ബാങ്കിങ് ബിസിനസ് ഓർ പ്രൊവൈഡിങ് ക്രെഡിറ്റ് ഫെസിലിറ്റി ടു ഇറ്റ്സ് മെമ്പേഴ്സിന് എങ്ങനെയായിരുന്നു? ബാങ്കിങ് ബിസിനസ് ഓർ പ്രൊവൈഡിങ് ക്രെഡിറ്റ് ഫെസിലിറ്റി ടു ഇറ്റ്സ് മെമ്പേഴ്സ്, അത് ഒരു സ്പെസിഫൈഡ് ആക്ടിവിറ്റിയാണ്. ഓർ ഹവർ ഡിഡക്ഷൻ ഷാൽ നോട്ട് ബി അവൈലബിൾ ടു എനി കോപ്പറേറ്റീവ് ബാങ്ക് other than Primer Agricultural Credit Society or a Primer Cooperative or Rural Development Bank. അതായത് ഈ പറഞ്ഞ ഡിഡക്ഷൻ ആർക്ക് ബാധകമല്ല? കോപ്പറേറ്റീവ് ബാങ്കിനൊന്നും ബാധകമല്ല. ബാങ്കിങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി എൻ്റെ ബാങ്കിങ് ബിസിനസ് അല്ലേ? സോ നോർമൽ കേസിനകത്ത് ബാങ്കിങ് ബിസിനസ് ഓർ പ്രൊവൈഡിങ് ക്രെഡിറ്റ് ഫെസിലിറ്റി ടു ഇറ്റ്സ് മെമ്പേഴ്സ് or however deduction shall not be available to any cooperative bank other than Primary Agricultural Credit Society or Primary Cooperative and Rural Development Bank. അവർക്ക് ഇത് ബാധകമാണ്, അവർക്ക് ക്ലെയിം ചെയ്യാം. ഏതിന് ക്ലെയിം ചെയ്യാൻ പാടില്ല? കോപ്പറേറ്റീവ് ബാങ്ക്സിനൊന്നും ക്ലെയിം ചെയ്യാൻ പാടില്ല. ദ സെക്കൻഡ് വൺ, കോട്ടേജ് ഇൻഡസ്ട്രി. തേർഡ് വൺ, മാർക്കറ്റിംഗ് ഓഫ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് ഗ്രോൺ ബൈ ഇറ്റ്സ് മെമ്പേഴ്സ്. മെമ്പേഴ്സിന്റെ എന്താ അഗ്രികൾച്ചർ പ്രൊഡക്ട്സിന്റെ മാർക്കറ്റ്സ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ്. പർച്ചേസ് ഓഫ് അഗ്രികൾച്ചറൽ ഇംപ്ലിമെന്റ്സ്, സീഡ്സ്, ലൈവ് സ്റ്റോക്ക് ഓർ അതർ ആർട്ടിക്കിൾസ് ഇന്റൻഡഡ് for agriculture for the purpose of supplying them to its members, and processing, ഈ term important, processing without the aid of power of the agriculture produce of its members. മനസ്സിലായി? അതായത് അഗ്രികൾച്ചർ മെമ്പേഴ്സിന്റെ അഗ്രികൾച്ചർ പ്രൊഡക്ട്സിനെ എന്ത് ചെയ്യുക? പ്രോസസ് ചെയ്യുക വിത്തൗട്ട് ദ എയ്ഡ് ഓഫ് പവറിന്റെ സഹായമില്ലാതെ. ആൻഡ് കളക്റ്റീവ് ഡിസ്പോസൽ ഓഫ് ലേബർ ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് ആൻഡ് fishing or allied activities like catching, curing, processing, preserving, storing or marketing of fish, or the purchase of materials and equipments in connection there with the purpose of supplying them to its members. So fishing ആണ്, ആ ഫിഷിങ്ങിന്റെ പ്രോസസ് ആണ്. കൂടാതെ എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്, അതിന് വേണ്ടി വരുന്ന പർച്ചേസിംഗ് ഓഫ് മെറ്റീരിയൽസും എക്യുപ്മെന്റ്സും. ആൻഡ് സപ്ലൈയിങ് മിൽക്ക്, ഓയിൽ സീഡ്സ്, ഫ്രൂട്ട്സ് ഓർ വെജിറ്റബിൾ റൈസ്ഡ് ഓർ ഗ്രോൺ ബൈ ഇറ്റ്സ് മെമ്പേഴ്സ്. ബൈ ഇറ്റ്സ് മെമ്പേഴ്സ്. മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ട് വിൽക്കുന്നതിനെ കുറിച്ചല്ല പറയണേ. എന്താ? മിൽക്കോ ഓയിൽ സീഡ്സോ ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ ആരുണ്ടാക്കിയതേ എടുക്കണം? റൈസ്ഡ് ഓർ ഗ്രോൺ ബൈ മെമ്പേഴ്സ്. മനസ്സിലായോ? ആൻഡ് എ ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ബീയിങ് എ സൊസൈറ്റി എൻഗേജ്ഡ് ഇൻ ദ സപ്ലൈയിങ് മിൽക്ക്, ഓയിൽ സീഡ്, ഫ്രൂട്ട്സ് ഓർ വെജിറ്റബിൾസ് ഓർ, ഓക്കെ, 3 സിറ്റുവേഷൻസ് ആണ് പറയണേ. അതായത് ഏതിനൊക്കെയാണ് ഇത് ബാധകം? സപ്ലൈയിങ് ഓഫ് മിൽക്ക് ആൻഡ് ഓയിൽ സീഡ്, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ എന്ന് പറയുന്ന സാധനം എക്സംപ്റ്റഡ് ആണ്. ആർക്കൊക്കെയാ? ഒന്ന്, ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി. And the second one, the government or a local authority. മനസ്സിലായോ? അല്ലെങ്കിൽ ആർക്കാ? എ ഗവൺമെന്റ് കമ്പനി ഓർ എ കോർപ്പറേഷൻ എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ ദ സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഓർ പ്രൊഫഷണൽ ആക്ട്. ദാറ്റ് മീൻസ് സപ്ലൈയിങ് മിൽക്ക്, ഓയിൽ സീഡ്, ഫ്രൂട്ട്സ് ഓർ വെജിറ്റബിൾ റൈസ്ഡ് ഓർ ഗ്രോൺ ബൈ ഇറ്റ്സ് മെമ്പേഴ്സ് ടു. ആർക്കൊക്കെ ആയിരിക്കണം? അതാണ് ഈ 3 കേസ് പറഞ്ഞത്. ആർക്കൊക്കെ ആയിരിക്കണം? ഒന്നില്ലെങ്കിൽ ഒരു ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ആയിരിക്കണം, അല്ലെങ്കിൽ ദ ഗവൺമെന്റ് ഓർ ലോക്കൽ അതോറിറ്റിക്ക് ആയിരിക്കണം, അല്ലെങ്കിൽ എ ഗവൺമെന്റ് കമ്പനി ഓർ എ കോർപ്പറേഷൻ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഓർ അണ്ടർ എ സെൻട്രൽ ഓർ സ്റ്റേറ്റ് പ്രൊഫഷണൽ ആക്ട് പ്രകാരം വന്നിരിക്കുന്ന. സോ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഈ പറയുന്ന സപ്ലൈയിങ്ങിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന് നമ്മൾ എന്ത് കൊടുക്കേണ്ട കാര്യമില്ല? ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല. സിറ്റുവേഷൻ മനസ്സിലായോ? സോ ഈ പറഞ്ഞതിനെ മൊത്തമാണ് നമ്മൾ നമ്മുടെ എന്തായിട്ട് ട്രീറ്റ് ചെയ്യണേ? സ്പെസിഫൈഡ് ആക്ടിവിറ്റീസ് ആയിട്ട് ട്രീറ്റ് ചെയ്യണേ. സോ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ അതിന് നമുക്ക് എന്ത് കൊടുക്കേണ്ട കാര്യമില്ല? 80P പ്രകാരം ഫുൾ എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ കിട്ടും, നമ്മൾ അതിന് ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല. മനസ്സിലായി? ഇനി ഒരു നോട്ടും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇൻ കേസ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി എൻഗേജ്ഡ് ഇൻ ദ ആക്ടിവിറ്റീസ് റെഫേർഡ് ഇൻ F and G. F and G ഏതൊക്കെയാ? ഓക്കെ, നമ്മുടെ ഫിഷിങ്ങിന്റെ പറഞ്ഞതാ.
അല്ലേ? അതായത് ഫിഷിങ്ങിൻ്റെയും ഈ പറയുന്ന സപ്ലൈൻ്റെയും ഇത് രണ്ടുമാണ് നമുക്ക് പഠിക്കാനുള്ളത്, അല്ലെ? അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. The deduction is available only when the rules and bylaws of such a society restricted the voting rights to the following class of its members. എങ്ങനെയാ? The individual who contribute their labor or, as the case may be, carrying on the fisher or allied activities, and the cooperative credit society which provides the financial assistance to the society or the state government. That means ഈ രണ്ട് ചെയ്യുന്ന ആൾക്കാരുടെ അല്ലെങ്കിൽ ആ രണ്ട് ചെയ്യുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ വോട്ടിംഗ് റൈറ്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. കോപ്പറേറ്റീവ് സൊസൈറ്റിക്കകത്ത് തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും വോട്ടിംഗ് റൈറ്റ്സ് വേണം, അല്ലേ? അവിടെ ആർക്ക് മാത്രമാണ് അതിനെക്കുറിച്ച് പറയണത്? ഇൻഡിവിജ്വൽ ഹു കോൺട്രിബ്യൂട്ട് ദയർ ലേബർ, ഓക്കെ, ഓർ ആസ് എ കേസ് മേ ബി ക്യാരിങ് ഓൺ ദ ഫിഷിംഗ് ഓർ അലൈഡ് ആക്ടിവിറ്റി. ആ പറയുന്ന ആക്ടിവിറ്റിയായിട്ട് ബന്ധപ്പെടുത്തി അവരുടെ ലേബർ അവർ കോൺട്രിബ്യൂട്ട് ചെയ്യണം. ആൻഡ് ദ സെക്കൻഡ് വൺ, ഓർ ദ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി വിച്ച് പ്രൊവൈഡ് ദ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു ദ സൊസൈറ്റി. ഓക്കെ, ആ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്ന കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ്. ആൻഡ് ദ തേർഡ് വൺ, ദ സ്റ്റേറ്റ് ഗവൺമെന്റ്. മനസ്സിലായി? ഓക്കെ, ഇനി പറയാനുള്ളത് കണ്ടീഷൻസ് ടു ബി സാറ്റിസ്ഫൈഡ്. ഓക്കെ, എ കോപ്പറേറ്റീവ് സൊസൈറ്റി മസ്റ്റ് നോട്ട് ബി എ ഹൗസിംഗ് സൊസൈറ്റി. ആൻഡ് ദ സെക്കൻഡ് വൺ, an urban consumer society or a society carrying on the transporting business, a society engaged in any manufacturing operation with the aid of power. സിറ്റുവേഷൻ മനസ്സിലായി? നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞായിരുന്നു, അല്ലേ? ഏതാ ഈ റെന്റ് ഫ്രം പ്രോപ്പർട്ടി എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം അവിടെ ഒരു സ്പെസിഫൈഡ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം എന്ന് പറഞ്ഞായിരുന്നു, ഓർമ്മയില്ലേ? നമുക്ക് നോക്കാം. ഇത് നോക്കി, ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് ഓർ എനി ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി പ്രൊവൈഡഡ് സർട്ടൻ കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ് എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞായിരുന്നു, അല്ലേ? ഒരു 3 കോമൺ എക്സ്പെൻസുകൾ മൈനസ് ചെയ്യാം. അത് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ അതിന് വേണ്ടി ഏതൊക്കെ കണ്ടീഷൻസ് ആണ് സാറ്റിസ്ഫൈ ചെയ്യണേ എന്ന് പറഞ്ഞായിരുന്നു. അതിനകത്ത് മൂന്നാമത്തേനകത്ത് നമ്മൾ എടുത്തു പറഞ്ഞു ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് ഓൺ എനി ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ പ്രൊവൈഡ് സർട്ടൻ കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ് എന്ന് പറഞ്ഞായിരുന്നു. ആ കണ്ടീഷൻസ് ഏതൊക്കെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാ? ഓക്കെ, എ കോപ്പറേറ്റീവ് സൊസൈറ്റി മസ്റ്റ് നോട്ട് ബി എന്തായിരിക്കരുത്? ഹൗസിംഗ് സൊസൈറ്റി ആയിരിക്കരുത്, അല്ലെങ്കിൽ ആൻ അർബൻ കൺസ്യൂമർ സൊസൈറ്റി ആയിരിക്കരുത്, അല്ലെങ്കിൽ എ സൊസൈറ്റി ക്യാരിങ് ഓൺ ട്രാൻസ്പോർട്ടിംഗ് ബിസിനസ് ആയിരിക്കരുത്, എ സൊസൈറ്റി എൻഗേജ്ഡ് ഇൻ മാനുഫാക്ചറിംഗ് ഓപ്പറേഷൻ വിത്ത് ദ എയ്ഡ് ഓഫ് പവർ ആയിരിക്കരുത്. ഈ പറയുന്ന 4 പേർക്കും അത് ടാക്സബിൾ ആണ്. മനസ്സിലായോ? ഏതാ ഈ പറയുന്ന റെന്റ് ഫ്രം പ്രോപ്പർട്ടി, ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് 4 പേർക്കും ഈ പറയുന്ന 4 പേർക്കും ടാക്സബിൾ ആണ്, ബാക്കി എല്ലാവർക്കും എക്സംപ്റ്റഡ് ആണ്. ആൻഡ് ദ സെക്കൻഡ് വൺ, ഗ്രോസ് ടോട്ടൽ ഇൻകം ഓഫ് സച്ച് സൊസൈറ്റി ഡസ് നോട്ട് എക്സീഡ് 20,000. അതായത് അതിൽ നിന്ന് കിട്ടുന്ന റെന്റ് എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ ആ ഇൻകം എന്ന് പറയുന്ന സാധനം എതിരേനേക്കാൾ കൂടരുത്, 20,000-നേക്കാൾ കൂടരുത്. 20,000-നേക്കാൾ കൂടിയാലും ടാക്സ് കൊടുക്കേണ്ടി വരും. സിറ്റുവേഷൻ മനസ്സിലായി? സോ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്താണെന്ന് പറഞ്ഞു. കോപ്പറേറ്റീവ് സൊസൈറ്റിക്കകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് 80P ആണ് പറഞ്ഞത്. ആ 80P പ്രകാരം പറഞ്ഞിരിക്കുന്ന ഡിഡക്ഷൻസ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് ക്ലെയിം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞത് ഒരു മൂന്ന് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. അതിനകത്ത് മൂന്നാമത്തേനകത്ത് നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് കണ്ടീഷൻസ് പറഞ്ഞു. ആ കണ്ടീഷൻസ് ആണ് നമ്മളിവിടെ പറഞ്ഞത്. മനസ്സിലായി? ഇനി പറയുന്നത് നോക്കിയേ, റൈറ്റ് ഓഫ് ടാക്സ്. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ടാക്സബിൾ ഇൻകം കണ്ടുപിടിച്ചാൽ നമ്മൾ ടാക്സ് കൊടുക്കണം. ആ ടാക്സ് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞിരിക്കുന്നത്? അപ് ടു 10,000 10%. നെക്സ്റ്റ് 10,000, ദാറ്റ് മീൻസ് 10,000 to 20,000 20%. 20,000-നേക്കാൾ കൂടുതലാണെങ്കിൽ എത്ര ശതമാനം കൊടുക്കേണ്ടി വരും? 30% ടാക്സ് കൊടുക്കേണ്ടി വരും. മനസ്സിലായി? 1 കോടിക്ക് മുകളിൽ പോവുകയാണെങ്കിൽ 12% സർചാർജ് കൊടുക്കണം. സെസ് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് 4% കൊടുക്കണം. സോ നമ്മുടെ ഫോർമാറ്റ് എന്താണെന്ന് വെച്ചാൽ നോക്കി പറഞ്ഞുതരാം. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കുന്നു. ആ ടോട്ടൽ ഇൻകത്തിനകത്ത് 80P പ്രകാരം നമ്മുടെ സ്പെസിഫൈഡ് ആക്ടിവിറ്റീസ് ഏതൊക്കെയാണെന്ന് നോക്കുന്നു. ആ ആക്ടിവിറ്റീസ് എല്ലാം നമുക്ക് 100% മൈനസ് ചെയ്യാം. മനസ്സിലായി? അത് കഴിഞ്ഞാൽ കൺസ്യൂമറബിൾ കോപ്പറേറ്റീവ് സൊസൈറ്റി ആണോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോപ്പറേറ്റീവ് സൊസൈറ്റി ആണോ നോക്കുന്നു. കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിൽ നമുക്ക് 1 ലക്ഷം രൂപ മൈനസ് ചെയ്യാം. വേറെ ഏതെങ്കിലും ആണെങ്കിൽ നമുക്ക് 50,000 രൂപ മൈനസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആ കിട്ടുന്ന ഇൻകത്തിന് അപ് ടു 10,000 10% കൊടുക്കാം. 10 to 20,000 20% കൊടുക്കാം. മോർ ദാൻ 20,000 ആണെങ്കിൽ എത്രയാണോ ഇൻകം അതിൻ്റെ 30% ടാക്സ് കൊടുക്കാം. മനസ്സിലായി? 4% ഏതും കൂടെ ആഡ് ചെയ്യണം, സെസ്സും കൂടെ ആഡ് ചെയ്യണം. നമുക്ക് 1-2 പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും. നമുക്ക് നോക്കാം. എക്സ് കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി ഫർണിഷ് ദ ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് ഓഫ് ഇറ്റ്സ് ഇൻകം ഇൻ റെസ്പെക്ട് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ എൻഡഡ്. ഇവിടെ നോക്കി, കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് അല്ലേ? ഇനി പറഞ്ഞിരിക്കുന്നത് എന്താ? ഇൻകം ഫ്രം ബിസിനസ് 2,50,000 ഉണ്ട്. ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഫ്രം കമ്പനി ഡെപ്പോസിറ്റ്സ് 50,000 ഉണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് വിത്ത് ബാങ്ക്സ് 10,000 ഉണ്ട്. ഇൻകം ഫ്രം ലെറ്റിംഗ് ഓഫ് ഗോഡൌൺ ഓർ സ്റ്റോറേജ് ഓഫ് കമ്മോഡിറ്റീസ് 20,000 ഉണ്ട്. മനസ്സിലായി? ഇവിടെ 4 എണ്ണമാണ് നമ്മുടെ ഇൻകം.
4 ഇൻകം. ഏതൊക്കെയാ? ഇൻകം ഫ്രം ബിസിനസ് ഉണ്ട്, ആൻഡ് ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ എ കമ്പനി ഡെപ്പോസിറ്റ് ഉണ്ട്, ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് വിത്ത് ബാങ്ക്സ് ഉണ്ട്, ആൻഡ് ഇൻകം ഫ്രം ലെറ്റിംഗ് ഓഫ് ഗോഡൌൺ ആൻഡ് സ്റ്റോറേജ് ഓഫ് കമ്മ്യൂണിറ്റീസ് എന്ന് പറഞ്ഞ് 20,000 തന്നിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ 80P പ്രകാരം പറഞ്ഞിരിക്കുന്നത് ഏത് മാത്രമാണ്? ഈ പറഞ്ഞിരിക്കുന്ന ഗോഡൌൺസിന്റെ അല്ലെ ലെറ്റ് ഔട്ട് മാത്രമാണ്. നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വായിക്കേണ്ടതും ആ സ്പെസിഫൈഡ് ആക്ടിവിറ്റീസ് ഏതൊക്കെയാണെന്ന് മാത്രം കേട്ടോ, കാരണം അതാണ് ഇമ്പോർട്ടൻറ്റ്. മനസ്സിലായി? അത് കഴിഞ്ഞാൽ നോക്കേണ്ടത് കൺസ്യൂമർ ആണോ അല്ലയോ എന്ന് നോക്കണം. കൺസ്യൂമർ ആണെങ്കിൽ നമുക്ക് 1 ലക്ഷം രൂപ വരെ നമുക്ക് ഡിഡക്ഷൻ കിട്ടും. ഇനി ആൻസർ ചെയ്യുമ്പോൾ നോക്കിയേ, ടോട്ടൽ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി 20,000 കാണിക്കാം അല്ലേ, PGBP 2,50,000 കാണിക്കാം, അതർ സോഴ്സിനകത്ത് 10,000ഉം 50,000ഉം കാണിക്കാം. സോ ടോട്ടൽ നമ്മുടെ ഇൻകം എന്ന് പറയുന്നത് 3,10,000 വരും. ഈ 3,10,000-നകത്ത് 80P പ്രകാരം 20,000 ഫുള്ളായിട്ട് നമുക്ക് ഡിഡക്ട് ചെയ്യാം. മനസ്സിലായോ? 80P പ്രകാരം നമുക്ക് 20,000 ഫുള്ളായിട്ട് നമുക്ക് ഡിഡക്ട് ചെയ്യാം. ഇനി അത് കഴിഞ്ഞാൽ കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി ആയതുകൊണ്ട് നമുക്ക് 1 ലക്ഷം രൂപ മൈനസ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ടോട്ടൽ ഡിഡക്ഷൻ നമുക്ക് എത്ര കിട്ടും? 1,20,000 റുപ്പീസ് കിട്ടും. മനസ്സിലായോ? സോ 80P പ്രകാരം സ്പെസിഫൈഡ് ആക്ടിവിറ്റി ആണെങ്കിൽ ആ സ്പെസിഫൈഡ് ആക്ടിവിറ്റീസ് ഫുള്ള് ഇൻകം നമുക്ക് മൈനസ് ചെയ്യാം. കൂടാതെ 80P പ്രകാരം തന്നെ കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിൽ നമുക്ക് 1 lakh റുപ്പീസ് വരെ ഡിഡക്ഷൻ കിട്ടും. സോ നമുക്ക് ടോട്ടൽ 1,10,000 റുപ്പീസ് ഡിഡക്ഷൻ കിട്ടും. നമുക്ക് ആകെ ടാക്സബിൾ എമൗണ്ട് വരുന്നത് എത്രയാണ്? 2,10,000 അല്ലേ? സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? 10,000-ന് ഫസ്റ്റ് 10,000-ന് 10%. ദാറ്റ് മീൻസ് എത്ര വരും? 1,000 റുപ്പീസ് വരും. നെക്സ്റ്റ് 10,000-ന് 20%. ദാറ്റ് മീൻസ് 2,000 വരും അല്ലേ? 2,10,000 മൈനസ് 20,000 എത്രയാ? 1,90,000 വരും. അതിൻ്റെ 30% ഇൻറ്റു 30% എത്രയാ? 57,000 വരും. പ്ലസ് 2,000 പ്ലസ് 1,000 ഇൻറ്റു അതിൻ്റെ 4% നമുക്ക് ഏതും കൂടെ ആയിട്ട് ആഡ് ചെയ്യണം. ദാറ്റ് മീൻസ് ഇത് ചെയ്യുമ്പോൾ നമുക്ക് 60,000 കിട്ടും. ഇൻറ്റു 4% ചെയ്യുമ്പോൾ നമുക്ക് 2,400 വരും. സെസ് ആണ്. അങ്ങനെ ടോട്ടൽ 62,400 രൂപ വരും. ചെയ്താൽ മനസ്സിലായോ? സോ ഞാൻ വീണ്ടും പറയുന്നു, ആ 80P ആണ് ഇമ്പോർട്ടൻറ്റ്. ആ 80P ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് അങ്ങ് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഓക്കെ, ദ നെക്സ്റ്റ് പ്രോബ്ലം. ദ കോപ്പറേറ്റീവ് സൊസൈറ്റി ഫർണിഷ്. ഇവിടെ നോക്കിയേ, കൺസ്യൂമർ ആണോ എന്ന് പറഞ്ഞിട്ടില്ല. P കോപ്പറേറ്റീവ് സൊസൈറ്റി ഫർണിഷ് ദ ഫോളോയിങ് ഡീറ്റെയിൽസ് ഓഫ് ഇൻകം. ഏതൊക്കെയാ? ഇൻകം ഫ്രം കളക്റ്റീവ് ഡിസ്പോസൽ ഓഫ് ലേബർ 25,000. ഇൻകം ഫ്രം മാർക്കറ്റിംഗ് ഓഫ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് ഗ്രോൺ ബൈ ഇറ്റ്സ് മെമ്പേഴ്സ് 30,000. Income from marketing of agriculture produce grown by outsider 3,000. Dividend from another cooperative society 15,000. Dividend from X Limited. ഇത് exempted income ആണ് അല്ലേ? ഡിവിഡൻഡ് ഫ്രം എക്സ് ലിമിറ്റഡ്. ഒരു കമ്പനിയിൽ നിന്ന് കിട്ടുന്ന ഡിവിഡൻഡിന് അസസി ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല. കാരണം എന്താ? കമ്പനി ടാക്സ് കൊടുത്തതിന് ശേഷമുള്ള എമൗണ്ടിനെയാണ് ഡിവിഡൻഡ് ആയിട്ട് ഡിക്ലെയർ ചെയ്യണേ. സോ അവിടെ നമുക്ക് എന്ത് ചെയ്യേണ്ട കാര്യമില്ല. ഒരു കമ്പനിയിൽ നിന്ന് ഡിവിഡൻഡ് കിട്ടുവാണെങ്കിൽ ആ കിട്ടുന്ന ഡിവിഡൻഡ് ഓൾറെഡി ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ് എന്ന് പറഞ്ഞ ടാക്സ് പേ ചെയ്തിട്ട് കിട്ടുന്ന എമൗണ്ട് ആയിരിക്കും. മനസ്സിലായോ? സോ അതുകൊണ്ട് നമുക്ക് ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല. സിറ്റുവേഷൻ മനസ്സിലായല്ലോ? സോ ആ 3,000 വേണ്ട. ഇൻകം ഫ്രം പ്രോസസിംഗ് ഓഫ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസേഴ്സ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് വിത്ത് ദ എയ്ഡ് ഓഫ് പവർ. വിത്തൗട്ട് ദ എയ്ഡ് ഓഫ് പവർ ആണെങ്കിൽ നമുക്ക് മൈനസ് ചെയ്യാമായിരുന്നു. ഇവിടെ വിത്ത് എയ്ഡ് ഓഫ് പവർ ആണ് അല്ലേ? സോ നോക്കിയേ, 80P പ്രകാരം ഈ പറഞ്ഞിരിക്കുന്നതിനകത്ത് ഏതൊക്കെ വരും? 80P പ്രകാരം കളക്റ്റീവ് ഡിസ്പോസൽ ഓഫ് ലേബർ വരും അല്ലെ? ഇൻകം ഫ്രം മാർക്കറ്റിംഗ് ഓഫ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസേഴ്സ് ഗ്രോൺ ബൈ ഇറ്റ്സ് മെമ്പർ 80P ആണോ? അടുത്തത് ഇൻകം ഫ്രം മാർക്കറ്റിംഗ് ഓഫ് അഗ്രികൾച്ചർ ഗ്രോൺ ബൈ ഔട്ട്സൈഡർ 80P അല്ല. ഡിവിഡൻഡ് ഫ്രം അനദർ കോപ്പറേറ്റീവ് സൊസൈറ്റി 80P ആണ്. അടുത്തത് ഇൻകം ഫ്രം പ്രോസസിംഗ് ഓഫ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസേഴ്സ് ഇറ്റ്സ് മെമ്പർ വിത്ത് ദ എയ്ഡ് ഓഫ് പവർ. സോ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നോക്കിയേ, ഇൻകം ഫ്രം കളക്റ്റീവ് ഡിസ്പോസൽ ഓഫ് ലേബർ 25,000, ഇൻകം ഫ്രം മാർക്കറ്റിംഗ് ഓഫ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസേഴ്സ് 30,000, ഇൻകം ഫ്രം മാർക്കറ്റിംഗ് ഓഫ് അഗ്രികൾച്ചർ ഫ്രോം ഔട്ട്സൈഡ്. ദാറ്റ് മീൻസ് ആ തന്നിരിക്കുന്ന ഇൻകങ്ങൾ ഈ പറയുന്ന 3,000 അല്ലാതെ അത് എക്സംപ്റ്റഡ് ആണ്. ഈ പറയുന്ന 3,000 അല്ലാതെ ബാക്കി എല്ലാം കൂടെ നമുക്ക് ആഡ് ചെയ്യാം. നമുക്ക് എത്ര വരും? 1,23,000 വരും. ഇതിനകത്ത് ഏതൊക്കെ മൈനസ് ചെയ്യാം? ഈ 25,000 മൈനസ് ചെയ്യാം. ഏതാ? ഇൻകം ഫ്രം കളക്റ്റീവ് ഡിസ്പോസൽ ഓഫ് ലേബർ അല്ലേ? 30,000 മൈനസ് ചെയ്യാം. ഏതാ? ഗ്രോൺ ബൈ ഇറ്റ്സ് മെമ്പേഴ്സ്. പിന്നെ ഏത് മൈനസ് ചെയ്യാം? ഈ പറയുന്ന പോലെ ഡിവിഡൻഡ് ഫ്രം കോപ്പറേറ്റീവ് സൊസൈറ്റി മൈനസ് ചെയ്യാം. ഇത് രണ്ടും എന്താ മൈനസ് ചെയ്യാതിരുന്നേ? ആലോചിക്കേ, ഇത് ഔട്ട്സൈഡറാണ് അല്ലെ? ഇതാണെങ്കിൽ ഇൻകം ഫ്രം പ്രോസസിംഗ് ഓഫ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസേഴ്സ് ഇറ്റ്സ് മെമ്പേഴ്സ് വിത്തൗട്ട് ദ എയ്ഡ് ഓഫ് പ്രൊഡക്റ്റ് അല്ലല്ലോ, സോറി, വിത്തൗട്ട് ദ എയ്ഡ് ഓഫ് പവർ ആണെങ്കിൽ സ്പെസിഫൈഡ് ആക്ടിവിറ്റി ആയിട്ട് നമുക്ക് മൈനസ് ചെയ്യാറുണ്ട്. വിത്തൗട്ട് ദ എയ്ഡ് ഓഫ് പവർ ആണെങ്കിൽ ഇവിടെ വിത്ത് ദ എയ്ഡ് ഓഫ് പവർ, സോ മൈനസ് ചെയ്യാൻ പാടില്ല.
പക്ഷേ ഇവിടെ കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നല്ല പറഞ്ഞിരിക്കണേ, വെറും കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നാണ് പറഞ്ഞിരിക്കണേ. അതുകൊണ്ട് നമുക്കൊരു 50,000 രൂപ മൈനസ് ചെയ്യാം അല്ലേ. കഴിഞ്ഞ പ്രോബ്ലത്തിനകത്ത് കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിരുന്നു, അതുകൊണ്ട് 1 ലക്ഷം രൂപ മൈനസ് ചെയ്തു. ഇവിടെ 80P പ്രകാരം നോർമൽ ആണെങ്കിൽ നമുക്ക് എത്ര രൂപ മൈനസ് ചെയ്യാം? 50,000 രൂപ മൈനസ് ചെയ്യാം. അങ്ങനെ ടോട്ടൽ 1,23,000 വരും. നമ്മുടെ ഇൻകം എത്ര മാത്രമേ ഉള്ളൂ? 3,000 മാത്രമേ ഉള്ളൂ അല്ലേ. 1,23,000 മൈനസ് 1,20,000 3,000 വരും. സോ നമ്മുടെ ടാക്സ് റേറ്റ് എത്രയാ? ഫസ്റ്റ് 10,000-ന് 10% അല്ലേ. സോ 3,000 ആണ്. നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ 10% നമുക്ക് ടാക്സ് ആയിട്ട് കൊടുക്കാം. സോ ചെയ്താൽ മനസ്സിലായല്ലോ. സോ കോപ്പറേറ്റീവ് സൊസൈറ്റിക്കകത്ത് ഇമ്പോർട്ടൻ്റ് ആണ് ATP. ആ ATPക്കകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് സ്പെസിഫൈഡ് ആക്ടിവിറ്റീസ്. ആ സ്പെസിഫൈഡ് ആക്ടിവിറ്റീസ് എന്താണെന്ന് മനസ്സിലാക്കി അത് പഠിച്ചാൽ തന്നെ ഈ പറയുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അസസ്മെൻറ്റ് അങ്ങ് തീരും. മനസ്സിലായി. നമുക്ക് അടുത്ത വീഡിയോയിൽ വേറൊരു അസോസിയേറ്റ് അസസ്മെൻറ്റുമായിട്ട് കാണാം. ബൈ.